നമസ്കാരം. നാളെ വൈകിട്ട് മാവൂരിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയാണ്. ഉദ്ഘാടന ചടങ്ങ് നാളെ വൈകിട്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 പത്രസമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PTI റഹീം MLA നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തുടക്കമിട്ടത് അങ്ങ് തന്നെയാണ്. അങ്ങാണ് പറഞ്ഞത് മാവൂർ പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഫയർ സ്റ്റേഷൻ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായിരുന്നില്ല. പിന്നീട് വന്ന പുതിയ ഭരണസമിതി വളരെ ആക്റ്റീവാണ് എന്ന് പറഞ്ഞു. ഈ ഒരു വിഷയം വെച്ചുകൊണ്ട് വളപ്പിൽ റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വളപ്പിൽ റസാഖ്, മുൻ മാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു MLA പറഞ്ഞത് കളവാണെന്നും MLA ആണ് ഇതിനെല്ലാം കാലതാമസം വരുത്തിയതെന്നും. അതായത് 2017 സർക്കാർ ബഡ്ജറ്റിൽ മാവൂരിനെ ഫയർ സ്റ്റേഷൻ അനുവദിക്കുകയും എന്നാൽ ക്ലറിക്കൽ മിസ്റ്റേക്കായി ഏലൂർ എന്ന പേര് വന്നുകൊണ്ട് മാവൂരിന് പകരം ഏലൂർ വന്നതുകൊണ്ടാണ് ഇത് താമസിച്ചതും ഇത് മാറ്റിയെടുക്കുന്നതിന് MLAക്ക് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു എന്നാണ് ആരോപണം. ഇത് സംബന്ധമായിട്ട് അങ്ങേക്ക് എന്താണ് പറയുന്നത്? മാവൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണം എന്നുള്ളത് നിരന്തരമായ ആവശ്യമായിരുന്നു. നേരത്തെ അവിടെ ഒരു അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ 2016 ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 22/11/2017 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിൽ എവിടെയെല്ലാം ഫയർ സ്റ്റേഷൻ വേണമെന്നതിനെ സംബന്ധിച്ചൊരു ധാരണയിലെത്തിയത്. ആ തീരുമാനമനുസരിച്ച് കോഴിക്കോട് ജില്ലയിൽ മാവൂരും അതുപോലെ തന്നെ ചേളന്നൂരും ഉൾപ്പെടെ 31 ഇടങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതനുസരിച്ച് 3/5/2019 ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറക്കി. അതിലാണ് മാവൂര് ഫയർ സ്റ്റേഷൻ സംബന്ധിച്ച് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് താൽക്കാലികമായി തുടങ്ങാനുള്ള കെട്ടിടവും സ്ഥലവും തയ്യാറാക്കണം എന്നുള്ളതാണ്. അത് കൊടുവള്ളി ഞാൻ MLA ആയിരുന്നപ്പോൾ നെരിക്കുനിയിൽ ഒരു ഫയർ സ്റ്റേഷൻ വന്നപ്പോഴും ഇതുപോലെ തന്നെയാണ് വ്യവസ്ഥ ഉണ്ടായിരുന്നത്. അനുസരിച്ച് അന്നത്തെ നെരിക്കുനി ഗ്രാമപഞ്ചായത്താണ് ആവശ്യമായ കെട്ടിടങ്ങൾ താൽക്കാലികമായി തന്നത്. അവിടെ ഇതിനാവശ്യമായ സ്ഥലം പിന്നീട് എടുത്തു കൊടുത്തതും ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. പഞ്ചായത്തിൽ നിന്ന് ഒക്യുപ്പൻസി നമുക്ക് ലഭിക്കുന്നത് 16/1/2026 ആ ഒക്യുപ്പൻസി ലഭിച്ച് 33 ദിവസത്തിനകം തന്നെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിച്ചു. മെഷീനറി അലോട്ട് ചെയ്തിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ ഇന്ന് താമസം വരാനുള്ള കാരണം ആ പഞ്ചായത്തിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരുന്നുകൊണ്ടാണ്. പുതിയ ഗ്രാമപഞ്ചായത്ത് വന്നപ്പോൾ വളരെ വേഗത്തിൽ അവരത് തയ്യാറാക്കി തന്നു. ആ കടലാസ് സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കതിന് നേരത്തെ പറഞ്ഞ പോലെ 33 ദിവസം കൊണ്ട് നമുക്കതിൻ്റെ ഫൈനൽ ഓർഡർ. കഴിഞ്ഞ ഭരണസമിതിയിൽ അതിന് മുമ്പ് അങ്ങ് 40 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് അല്ലേ? അതിനുശേഷം ഈ ഒക്യുപ്പൻസി കിട്ടാത്തതുകൊണ്ടാണ് ഡിലേ വന്നത്. ഒക്യുപ്പൻസി കിട്ടാത്തതുകൊണ്ടാണ് ഡിലേ വന്നത്. കാരണം ഒക്യുപ്പൻസി കൊടുത്തിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള 31 എണ്ണത്തിൽ ഒക്യുപ്പൻസി കൊടുത്തത് നേരത്തെ വന്നിട്ടുണ്ട്. ഒക്യുപ്പൻസി കൊടുക്കാത്തതുകൊണ്ടാണ് വന്നത്. ആ ഒക്യുപ്പൻസി കൊടുത്തതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആ ഒക്യുപ്പൻസി ആ ഒരു ഗവൺമെൻറ് ഓർഡർ 18/2/2021 ഇറങ്ങിയത്. ആ ഓർഡറിൽ ഈ കുറേ എണ്ണത്തിന് അനുമതി കൊടുത്തു. അതിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കൂടാതെ ഉള്ളൂര്, മാവൂര്, ചീമേനി, പനമരം, വൈത്തിരി, രാജാക്കാട്, ആറന്മുള, പാലോട്, നേര്യമംഗലം എന്നിവിടങ്ങളിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. തത്വത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ സൗകര്യമില്ല. അങ്ങനെയാണ് അത് പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് അനുവാദം കിട്ടിയത്. അതിനുശേഷം ഈ 30 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ തന്ന് ഉദ്ഘാടനം നിശ്ചയിച്ചു. അല്ലേ? ഇപ്പം പത്രസമ്മേളനത്തിൽ UDFന്റെ നേതാക്കൾ സംസാരിച്ചിരിക്കുന്ന വിഷയം ഇതാണ്. MLAക്ക് സ്വന്തം പേരിലേക്ക് മാറ്റി എടുക്കുന്നത്. അതായത് ഞാനാണ് ഈ ഫയർ സ്റ്റേഷൻ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലാണ് MLA നടത്തുന്ന MLAയുടെ പ്രസ്താവനയും കാര്യങ്ങളും എന്നാണ് പറയുന്നത്. ഇതേക്കുറിച്ച് എന്താ പറയുന്നത്? എനിക്ക് കഴിഞ്ഞ ദിവസവും ഈ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് കിട്ടി എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. 23/2/2026 എനിക്കിതാക്കുന്ന ആഭ്യന്തര വകുപ്പിന് ചീഫ് സെക്രട്ടറിയുടെ മറുപടി കിട്ടിയിട്ടുണ്ട്. ഈ നിങ്ങൾ പറഞ്ഞതനുസരിച്ച്
4 ഫയർ സ്റ്റേഷനിൽ പ്രവർത്തനം തുടങ്ങാൻ അനുമതി നൽകുകയും തസ്കർ സൃഷ്ടിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ടെന്ന് എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തതിനാണല്ലോ ഈ മറുപടി എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് സമയബന്ധിതമായിട്ട് നമുക്കത് താൽക്കാലിക കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അത് ചെയ്യേണ്ടിയിരുന്നത് പഞ്ചായത്ത് കെട്ടിടത്തിലാണ് അവർ ഏർപ്പാട് ചെയ്യുന്നത്. ഒരു പോളിയോ റേൺസിനോട് താൽക്കാലികമായി ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി ലഭിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ വ്യാപാരികൾ താല്പര്യം എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്തത് വ്യാപാരികളാണ് താല്പര്യം എടുത്തത്. അവർ മാത്രമേ ഈ പുതിയ ബോർഡ് വരുന്നവരെ എന്നോട് ഇതിനെ സംസാരിച്ചിട്ടുള്ളൂ. പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് ഈ കാര്യത്തിൽ ഒരു സംസാരം തന്നെ ഉണ്ടായത്. അല്ലാതെ അവിടുത്തെ വ്യാപാരി സമൂഹം എന്നോട് സംസാരിച്ചു. അവരാണ് ഈ കാര്യത്തിലൊക്കെ പറഞ്ഞത്. എന്നോട് പണം വേണമെന്ന് ആവശ്യപ്പെട്ടതും എല്ലാം അവരാണ്. നമ്മൾ ആദ്യം പഞ്ചായത്ത് പറയും 10 ലക്ഷം രൂപ വേണമെന്ന് പറയും, പിന്നെ അത് പറഞ്ഞിട്ട് അത് പോരാന്ന് പറയും. അങ്ങനെ ഒരിക്കലും പൂർണ്ണമായ ഒരു റിപ്പോർട്ട് തരില്ല. 4 പ്രാവശ്യമായിട്ടാണ് ഈ 40 ലക്ഷം രൂപ നമ്മൾ അനുവദിക്കുന്നത്. അതിന് മുമ്പ് വ്യാപാര വ്യവസായികളും പഞ്ചായത്തും ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, അടിസ്ഥാന സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇനിയും അത് പൂർത്തിയായിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിന് താമസം ഉണ്ടാവാനുള്ള കാരണം 2019 മുതൽ താമസം ഉണ്ടാവാനുള്ള കാരണം പഞ്ചായത്ത് ഈ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തരാത്തതുകൊണ്ടാണ്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തന്നിപ്പോ അതിനുശേഷം 33 ദിവസം കൊണ്ട് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തന്നു. 33 ദിവസം കൊണ്ട് ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്തു, പോസ്റ്റ് അപ്രൂവ് ചെയ്തു, സാധനം അപ്രൂവ് ചെയ്തു. പിന്നെ അതിൽ പറയുന്നത് 2017 ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു സംഭവം താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്കറിയില്ല. മാവൂരിനെ അനുവദിച്ചത് ഏലൂരിൽ മാറുന്ന അങ്ങനെ ഒരു സംഭവം. ഏലൂര് എന്ന് പറയുന്ന ഒരു വ്യവസായ നഗരമാണ്. അവിടെയൊക്കെ എപ്പോഴോ ഈ സംവിധാനങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല. LDFന്റെ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞ കാര്യം, ഏലൂർ നേരത്തെ ഉണ്ടായിരുന്ന ഫയർ സ്റ്റേഷൻ താൽക്കാലികമായിരുന്നു. ഇപ്പൊ മാവൂരിലുള്ള പോലെ താൽക്കാലികമാണ്, കുറച്ചുകൂടെ സൗകര്യത്തിലേക്ക് അത് മാറ്റി എന്നുള്ളതാണ്. അല്ലാതെ മാവൂരായിട്ട് അതിന് ബന്ധമില്ല എന്നാണ് LDF പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും UDFന്റെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്. 2017 അത് പത്രവാർത്ത വന്നാണ്. അതിന്റെ രേഖകളോ കാര്യങ്ങളോ ആർക്കും ഇതുവരെ കാണിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. എനിക്ക് അവസാനമായിട്ട് ഗവൺമെന്റ് 23/2/2026 മറുപടി ഉൾപ്പെടെ എനിക്ക് ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഈ ഒരു കാര്യങ്ങൾ താൽക്കാലിക സൗകര്യം ഏർപ്പെടുത്തി തരാൻ അവർക്ക് താമസം വന്നു. അതിൽ 40 ലക്ഷം രൂപയോളം MLAയുടെ ആശ്രിത ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ പണം കൊടുത്തത്. അതിൽ കുറേ ഭാഗം നേരത്തെ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. വ്യാപാരികളും കുറേ കാര്യത്തിൽ സഹകരിച്ചിട്ടുണ്ട്. എന്നോട് ഈ കാര്യത്തിൽ മാവൂരിൽ നിന്ന് ഇക്കാലം വരെ വ്യാപാരി വ്യവസായ സമൂഹമല്ലാതെ എന്നോട് ആരും ബന്ധപ്പെട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ പഞ്ചായത്ത് ആവശ്യപ്പെട്ടെന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, മാവൂർ മാത്രമല്ല 8ഓളം പഞ്ചായത്തുകൾക്ക് 8-9 പഞ്ചായത്തുകൾക്ക് ഈ ഒരു ഫയർ സ്റ്റേഷൻ ഉപകാരപ്പെടുകയാണ്. തീർച്ചയായും താങ്കളുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിൽ ഒരു അടയാളമായി തന്നെ നിൽക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.